വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ഫയലിൽ കുറച്ചും കൂടെ കണ്ടന്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് H1 ആഡ് ചെയ്താണല്ലോ, ബാക്കിയുള്ള ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. HTML ഹെഡ്, ബോഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പും കൂടെ ആഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ബൂട്ട് സ്ട്രാപ്പ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഹെഡ് വേണം, ഹെഡിന്റെ ഉള്ളിലുള്ള CSS നമ്മൾ ലോഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് H1 അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, HTML ആണെന്നുള്ളത് നമ്മൾ HTML ഫയലിൽ ഡോക് ടൈപ്പ് കൊടുക്കലില്ലേ, അതിന്റെ ടാഗ് എങ്ങനെയാണ് കൊടുക്കുക, ഡോക് ടൈപ്പ് സ്പേസ് HTML. പിന്നെ അതിന്റെ താഴെ ഹെഡ് HTML ഉണ്ട്, മറ്റേ ആംഗിൾ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ HTML ഉണ്ട്. എന്നിട്ട് അതിന്റെ താഴെ ഹെഡ് ഇടണം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഹെഡ് ഇട്ടു, HTML താഴെ ഹെഡ് വേണ്ടത് ഹെഡ് ഇട്ടു, സേവ് ആയിട്ടുണ്ട്. നമുക്ക് ബ്രൗസറിൽ പോയിട്ട് നോക്കാം എന്താണ് സംഭവിക്കാന്നുള്ളത്. ബ്രൗസറിൽ രസമൊന്നുമില്ല, ഹെഡ് അവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ള നമ്മൾ വിചാരിക്കും. ഓക്കെ, ഇനി അതിന്റെ താഴെ നമ്മൾക്ക് ടൈറ്റിൽ വേണം. ഇവിടെ നമുക്ക് ബ്രൗസറിലൂടെ ടൈറ്റിൽ, ഇവിടെയൊക്കെയാണ് എക്സ്പ്രസ് ഹലോ വേൾഡ് എന്നല്ലേ, ഇതിന് നമുക്ക് ടൈറ്റിൽ ഒന്നുമില്ലല്ലോ. ടൈറ്റിൽ എവിടെയാണ് നമ്മൾ സാധാരണ ഇടാണ്ട്, ഹെഡിന്റെ ഉള്ളിലാണ്. അപ്പൊ അവിടെ നമ്മൾ ടൈറ്റിൽ ഇട്ടു. ടൈറ്റിലിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞു, സ്പേസ് ഇട്ടിട്ട് ഒരു വാല്യൂ ആണ് കൊടുക്കുക, അപ്പൊ അത് അതിന്റെ ഉള്ളിൽ വരും. എന്താണ് നമ്മൾ കോഡ്സ് ഒന്നും ഇടണ്ട. എന്താണ് എക്സ്പെൻസ് ട്രാക്കർ ആപ്പ്, എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് എങ്ങനെ കൊടുത്തു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. റിഫ്രഷ് ചെയ്തു, എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ് എന്ന് കൊടുക്കാം. അപ്പൊ പേജ് സോഴ്സ് എന്ന ഡോക് ടൈപ്പ് HTML എന്നാണ്, HTML. എന്നിട്ട് HTML അവിടെ ക്ലോസ് ആയിട്ടുണ്ട്, ഹെഡ് ക്ലോസ് ആയി, ടൈറ്റിൽ ക്ലോസ് ആയി. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സംഭവം നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കോഡ് ജനറേറ്റ് ചെയ്ത കോഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തെറ്റാണ്. കാരണം HTML ഓപ്പൺ ചെയ്ത് ഇവിടെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ക്ലോസ് ചെയ്തു, ടൈറ്റിൽ ഇവിടെ ഇട്ട്, എങ്ങനെയൊക്കെ ബ്രൗസർ അത് കണ്ടുപിടിച്ച് റെൻഡർ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അത് ആക്ച്വൽ കറക്റ്റ് അല്ല കോഡ്. അപ്പൊ എന്താണ് ആ ഇഷ്യൂ? നമ്മൾ പറഞ്ഞു, പഗില് ഇൻഡന്റേഷൻ കൊണ്ടാണ് ഓരോ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സ്പേസ്, ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ പിരമിഡ് ലെവലിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്ന ഒരു HTML ഫയലിൽ മുകളിലാണ് കൊടുക്കുക, അതേ ലെവലിൽ തന്നെയാണല്ലോ HTML കൊടുക്കുക. പിന്നെ HTML ക്ലോസ് ചെയ്യുന്ന ടാഗ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഹെഡ് എവിടെയാണ് കൊടുക്കുക, ഒരു പിരമിഡ് അങ്ങോട്ട്, അതായത് HTML ഉള്ളിലല്ല ഹെഡ് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഒരു ടാബ് കൊടുക്കണം, ടാബ് കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ 2 സ്പേസ് ഇടുക. അപ്പോ ഹെഡ് എന്ത് ചെയ്തു, അടുത്ത ലെവലിലേക്ക്. ഇനി ഹെഡിന്റെ ഉള്ളിലല്ല ടൈറ്റിൽ ഉണ്ടാവുക. അപ്പൊ ടൈറ്റിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഹെഡിന്റെ അതേ ലെവലിലായിരിക്കും, ഹെഡിന്റെ ലെവലല്ല, ഒരു ലെവലും കൂടെ അങ്ങോട്ട് പോകണം. ടാബ് കീ വീണ്ടും പ്രസ് ചെയ്തു, അപ്പൊ ഒരു പിരമിഡ് പോലെ നമ്മൾ കൊടുത്തു, കറക്റ്റ് ആക്കി. ഇനി റീഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് ഇവിടെ ടാഗ് വന്നിട്ടുണ്ട്. വ്യൂ പേജ് സോഴ്സിന്റെ അതുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പൊ നമുക്ക് HTML നോക്കി കഴിഞ്ഞാൽ HTML ഹെഡ്, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഒരു പഗ് ടെംപ്ലേറ്റിംഗ് എഞ്ചിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. സ്പേസ് ഇൻഡന്റേഷൻ, ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ആംഗിൾ ബ്രാക്കറ്റ് ഇല്ല, ക്ലോസിംഗ് ടാഗ് ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ബോഡി കൂടെ ആഡ് ചെയ്യാം. ബോഡി എവിടെയാണ് വേണ്ടത്, നമ്മൾ ഹെഡിന്റെ അതേ ലെവലിലല്ല ഉണ്ടാവുക ബോഡി. ഇവിടെ ബോഡി എന്ന് കൂടെ കൊടുക്കാം. ബോഡിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ്, നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു H2 കൊടുക്കാം. സ്പേസ് ഇട്ട് അതിന്റെ ഉള്ളിലെ കണ്ടന്റ് ആകുമ്പോ എല്ലോ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യാം. എങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യാം? ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് റെലവൻസ് സ്റ്റൈൽ ഷീറ്റ് എന്നാണല്ലോ സാധാരണ നമ്മൾ HTML ഇട, എന്താണ് അതേ സെയിം അപ്രോച്ച് തന്നെ. അപ്പൊ ലിങ്ക് ഇടാതെ, ആംഗിൾ ബ്രാക്കറ്റ് ഇടാതെ, വെറുതെ ലിങ്ക് മാത്രം ഇടാം. എന്നിട്ട് അതിന് ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത്, അതിൽ റെൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, പിന്നെ hrefഉം കൂടെ കൊടുക്കണ്ടേ. അപ്പൊ ആട്രിബ്യൂട്ട് നമ്മൾ കണ്ടന്റ്, ഉള്ളിലത്തെ കണ്ടന്റ് ചൈൽഡ്, അതായത് H2ന്റെ ഉള്ളിലുള്ളതാകുമ്പോൾ സ്പേസ് ഇട്ട് കൊടുക്കാം. ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത്, പഗിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ്. അപ്പൊ റെൽ ഈക്വൽ ടു, അതിന്റെ ഉള്ളിൽ റെൽ ഈക്വൽ ടു ഈ ഒരു ലിങ്ക് ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണത്. എന്നിട്ട് കോഡ്സ് എന്ത് ചെയ്യാം, സ്റ്റൈൽ ഷീറ്റ് പിന്നെ കോമ ഇട്ടിട്ട് അടുത്തത് href, അടുത്ത ആട്രിബ്യൂട്ട് അല്ല href ഈക്വൽ ടു എന്താണോ href അവിടെ കൊടുക്കണം. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ വെബ്സൈറ്റ് നോക്കാം, getbootstrap.com. അവിടെ പോയിട്ട് നമുക്ക് CDN ലിങ്ക് ഉപയോഗിക്കാം. റീഡ് ദ ടോക്ക്, അതായത് ഇൻട്രൊഡക്ഷൻ, HTML ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് href കണ്ടില്ലേ, href ആണ് അവിടെ കൊടുക്കുന്നത്. റെൽ സ്റ്റൈൽ ഷീറ്റ് ഇന്റഗ്രിറ്റി എന്ന് നിർബന്ധമല്ല, ക്രോസ് ഒറിജിൻ അതിന്റെ ഒന്നും ആവശ്യം നിർബന്ധമല്ല.
നമുക്ക് ഈ CSSന്റെ ലിങ്ക് അവിടുന്ന് CDN ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് അതവിടെ കൊടുത്തു സേവ് ചെയ്തു. നമ്മൾ ആപ്ലിക്കേഷൻ നോക്കാം. എല്ലോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോഴ്സ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സോഴ്സിൽ കറക്റ്റ് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ CSS ഫയലിലേക്ക് പോകും. അപ്പം CSS ഫയൽ കറക്റ്റ് ലോഡായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹെലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നല്ലൊരു നൈസ് ഡിസൈൻ ഒക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈല് ലോഡ് ചെയ്തതൊക്കെ കാണാം. ഇവിടെ കണ്ടില്ല ആ ഒരു മീഡിയ മെയിൻ വിഡ്ത്ത് ഇതൊക്കെ സ്റ്റൈൽ കണ്ട റീബൂട്ട് CSS ഒക്കെ ബൂട്ട് സ്റ്റാപ്പിന്റെ സ്റ്റൈലുകളാണ്. ബൂട്ട് സ്റ്റാപ്പ് എന്ന് വന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാന്നുള്ളത് കാണാം. അതായത് CDN കണ്ട ആ ബൂട്ട് സ്റ്റാപ്പിന്റെ ഫോൾഡറാണ്. ഓക്കെ, അപ്പൊ ബൂട്ട് സ്റ്റാപ്പ് കറക്റ്റ് ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലൊരു നാവ് ബാർ ആണ് വേണ്ടത്. നാവ് ബാറിന് നമ്മൾ ബൂട്ട് സ്റ്റാപ്പിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നാവ് ബാർ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. നാവ് ബാർ ഇവിടെ കുറച്ച് മെനൂസ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബൂട്ട് സ്റ്റാപ്പിന്റെ ലോഗോ ഉള്ളതുണ്ട്. കളർ സ്കീം ഡിഫറെന്റ് കളർ സ്കീമിലുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാനുണ്ട് ഇവിടെ. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ലോഗോ ഉള്ളത് ഈ ഒരു നാവ് ബാർ തൽക്കാലം എടുക്കാം. അപ്പൊ അതൊരു HTML ആണല്ലോ. ഈ ഒരു HTML നമ്മൾ കൺവേർട്ട് ചെയ്യണം. സിമ്പിൾ ആയിട്ട് ഞാനത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഈ H2 ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. കാരണം എന്താണ്, HTML കോഡാണ്. ഞാൻ സേവ് ചെയ്ത് നമ്മൾ എക്സ്പെൻസ് ട്രാക്കർ ആപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. പക്ഷെ HTML എന്താണ് പകല് വർക്ക് ആവും, പക്ഷെ അത് കറക്റ്റ് അപ്രോച്ച് അല്ല. നിങ്ങൾക്ക് HTML ഉപയോഗിക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആംഗിൾ ബ്രാക്കറ്റ് ഒഴിവാക്കുക, നാവ് ഒഴിവാക്കി. പിന്നെ ക്ലാസ് നമ്മൾ കൊടുക്കുന്ന ഡോട്ട് ഇട്ടിട്ടല്ല കൊടുക്കുക. അപ്പൊ ഈ ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഒഴിവാക്കിയിട്ട് നാവിന്റെ കൂടെ ഡോട്ട് ഇട്ടാം. അപ്പൊ ഈ നാവ് എന്ന് പറഞ്ഞ എലമെന്റ് വരും, അതിന് നാവ് ബാർ എന്ന് പറഞ്ഞ ക്ലാസ് വരും. ഒരു ക്ലാസ്സും കൂടെ ഉണ്ടല്ലോ, അപ്പൊ സ്പേസ് ഇടാതെ അതും ചേഞ്ച് ചെയ്യുക, ഡോട്ട് വീണ്ടും ചേഞ്ച് ചെയ്യുക, ലാസ്റ്റുള്ള കോട്ടും ഇത് ഒഴിവാക്കുക. ഇനി ഡിവ് ക്ലാസ് കണ്ടെയ്നർ ഫ്ലൂയിഡ്. അപ്പൊ എന്താണ്, ആംഗിൾ ബ്രാക്കറ്റ് ഒഴിവാക്കുക. നാവിന്റെ ഉള്ളിലുള്ളതല്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് ടാബ് കീ വെച്ച് പുറത്തങ്ങോട്ട് മാറ്റുക. ക്ലാസ് ഈക്വൽ ടു കോഡ്സ് എന്ന് പറഞ്ഞത് ഒഴിവാക്കാം. ഓക്കെ, ഇനി എ ടാഗ് ഡിവിന്റെ ഉള്ളിലല്ലേ, എ ടാഗ് എടുത്തു, നാവ് ബ്രാൻഡ് കൊടുത്തു, HRF. അപ്പോൾ HRF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും കൂടെ ഉണ്ട് ഇവിടെ. ബ്രാൻഡ് ക്ലാസ് ആണ്. അപ്പൊ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ഒരു IMG. തൽക്കാലം ഇമേജ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇമേജ് തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എ ടാഗിന്റെ ഉള്ളിലല്ല നമുക്ക് ടെക്സ്റ്റ് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ലൈനിലോ അതെ സെയിം ലൈനിലോ കൊടുക്കാം എക്സ്പെൻസ് ട്രാക്കർ. ഇനി ഇവിടെ ഇങ്ങനെ ടാഗ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞല്ലോ. ഡിവും ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, നാവ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു നൈസ് നാവ് ബാർ വന്നിട്ടുണ്ട്, ഒരു ഗ്രേ കളറിലുള്ള. എന്നിട്ട് നമ്മളെ ടെക്സ്റ്റും പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു ലിങ്ക് ആണ്. ഓവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാഷ് ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇനി നാവ് ബാറിൽ നമുക്ക് വേറെ എന്താണോ സ്റ്റൈൽ വേണ്ടത് അതിനനുസരിച്ച് മാറ്റാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലൂ ആണ് വരുത്തേണ്ടതെന്ന് വിചാരിക്കും. മൂന്നാമത്തെ ബ്ലൂവിൽ എന്താ പറയുന്നത്, BG പ്രൈമറി എന്ന് പറഞ്ഞ അത് കൊടുക്കുന്നുണ്ട്. ഡാറ്റ BS തീം ഡാർക്ക് അതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ BG പ്രൈമറി എന്ന് പറഞ്ഞ ക്ലാസ് നാവ് ബാറിന് കൊടുക്കണം. BG പ്രൈമറി. പിന്നെ ഒരു ആട്രിബ്യൂട്ടും കൂടെ ഉണ്ട്. ആട്രിബ്യൂട്ട് എന്താണ്, ഡാറ്റ BS തീം ഡാർക്ക്. ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ നമുക്ക് ബ്ലൂ നമ്മളെ ഹെഡർ വന്നിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടർ വേണം, ഒരു ഡാർക്ക് കളറിലുള്ള ഫോട്ടർ. ബാക്കിയുള്ള എക്സ്പെൻസസ് എന്ന് പറഞ്ഞ മെനു വേണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ മെനു ഇവിടെ ഹോം മെനു ഒക്കെ എങ്ങനെയാണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഹോം എന്ന് പറഞ്ഞ മെനു ഇതിൽ എങ്ങനെയാണ് കൊടുത്തത്. കണ്ടെയ്നർ ഫ്ലൂയിഡ്, കൊളാപ്സ് നമ്പർ, ULLI. മുമ്പ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന്റെ ടാസ്ക് ഒക്കെ ചെയ്തപ്പോൾ കണ്ടതാണ്. സെയിം നമുക്ക് കൊളാപ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു കോഡ്, അതായത് നമ്മൾ ലോഗോ മെയിൻ ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്, ബാക്കിയുള്ളത് മാത്രം മതി. അതിൽ തന്നെ നമുക്ക് കുറച്ച് മാത്രം മതി, ഒരു ടെക്സ്റ്റ് എക്സ്പെൻസസ് എന്നുള്ള മാത്രം മതി. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്ന് HTML-നെ പഗിലേക്ക് മാറ്റാന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പഗ് ഫോർമാറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന പ്ലഗിൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല.
അപ്പോ ഓട്ടോമാറ്റിക് ഫോർമാറ്റിംഗ് വർക്കാവില്ല. അപ്പോൾ ഇൻഡന്റേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബ്രേക്ക് ആവും. അപ്പൊ ഇൻഡന്റേഷനിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു HTML കോഡിനെ പഗിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഓൺലൈൻ ടൂൾ നോക്കാം. HTML ടു പഗ് എന്ന് സെർച്ച് ചെയ്യാം. ഓൺലൈൻ കൺവേർട്ട്. ഇവിടെ HTML. ഓക്കെ, അപ്പൊ അത് കൺവേർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഡിവിന്റെ ഉള്ളിൽ നിന്നാണല്ലോ നമുക്ക് എടുത്തത്. ആ ഡിവിന്റെ ഉള്ളിൽ എ ടാഗിന്റെ അതേ ലെവലിൽ വന്നിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ബട്ടൺ ഇവിടെയുള്ള ബട്ടന്റെ പിന്നെയാണ് സ്പാൻ ഒക്കെ വേണ്ടത് അല്ലെ. സ്പാന് ബട്ടന്റെ ഉള്ളിലാണ്. നോക്കാം നമുക്ക്. യെസ്, ബട്ടന്റെ ഉള്ളിലാണ് സ്പാൻ ഉള്ളത്. പിന്നെ നവാർ ഇത് പുറത്ത് ബട്ടന്റെ അതേ ലെവലില്. ഇത് നവബാർ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് UL ഉണ്ടാവുക. ULന്റെ ഉള്ളിലാണ് LI ഉണ്ടാവുക. LIയിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഉള്ള ടെക്സ്റ്റ് വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഐറ്റംസ് നമുക്ക് ഒന്ന് മാത്രം മതി. ഹോം എന്നുള്ള മാറ്റിയിട്ട് എന്താണ് എക്സ്പെൻസസ്. ബാക്കിയൊക്കെ കറക്റ്റ് അവിടെ നിൽക്കട്ടെ. ടോഗിൾ നാവിഗേഷൻ നവബാർ ടെക്സ്റ്റ്. ഓക്കെ, കറക്റ്റ്. റീഫ്രഷ് ചെയ്തു. അപ്പൊ ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. സോഴ്സ് എടുത്ത് നോക്കാം. വ്യൂ പേജ് സോഴ്സ്, ആർക്ക് എക്സ്പെൻസ് ട്രാക്കർ. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടാവും മൊബൈൽ വ്യൂവിൽ. അതുകൊണ്ട് മൊബൈൽ വ്യൂവിൽ നമ്മൾ നോക്കാം. ഇൻസ്പെക്ട് മൊബൈൽ മോഡ് എടുത്തു. വേണ്ടല്ലേ ആ ഒരു കൊളാപ്സ് ഈ ഒരു സംഭവം. അപ്പൊ ഈ ഒരു സംഭവം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ JS കൂടെ വേണം. പിന്നെ ബൈ ഡീഫോൾട്ട് അത് ഓപ്പൺ ആയിരിക്കണം. നമുക്ക് നവബാർ കൊളാപ്ഷൻ ഓപ്പൺ ആയിരിക്കണം. അപ്പൊ നമുക്ക് അതിനെന്താണ് ചെയ്യാന്നുള്ളത് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം. അതിന്റെ മുമ്പ് ബട്ടൺ നവബാർ ടോഗ്ലർ ടൈപ്പ് ബട്ടൺ ആണ്. കൊളാപ്സ് ഉണ്ട്. ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഏത് എലമെന്റ് ആണ് നിങ്ങൾ കൊളാപ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ബട്ടൺ ഉപയോഗിച്ച്. അതിന്റെ ID ആണത്. ഹാഷ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് കൊടുത്താൽ ID. പിന്നെ കൺട്രോൾസ് എന്താ നവബാർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൺട്രോൾസ് ആയിരിക്കും. പിന്നെ ഏരിയ കൺട്രോൾസ്, ഏരിയ ലേബല്, ഏരിയ എക്സ്പാൻഡ്, ഏരിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ. പിന്നെ സ്പാൻ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഏതാണോ ആ ഒരു മെനുവിന്റെ കണ്ടെയ്നർ അതിന്റെ ID കൊളാപ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് ഓക്കെയാണ്. പിന്നെ നവബാർ കൊളാപ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അതും ഓക്കെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ UL ഉണ്ട്. നവബാർ നാവ്. പിന്നെ ME ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ എൻഡ് ഓട്ടോമാറ്റിക് മാർജിൻ ആണ്. MB2 എന്ന് വെച്ചാൽ എന്താണ്, മാർജിൻ ബോട്ടം ഒരു 2 REM പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളതാണ്. MBLG0 എന്ന് വെച്ചാൽ മാർജിൻ ബോട്ടം LG ലാർജ് ഡിവൈസിൽ 0 ആണ് വേണ്ടത്. പിന്നെ അതിന്റെ അടിയിൽ ഉണ്ട് നാവ് ഐറ്റം ഉണ്ട്. നാവ് ഐറ്റം എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. LIക്ക് എക്ക് നാവ് ലിങ്ക് എന്ന് പറഞ്ഞ ക്ലാസ്സും ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ട്. ഏരിയ കറണ്ട് പേജ് അതൊക്കെ ഓക്കെയാണ്. ഇതിലൊന്നും മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും, ബൂട്ട്സ്ട്രാപ്പിന്റെ ജാവാസ്ക്രിപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് അല്ല നമ്മൾ HTML ഉപയോഗിക്കുന്നത്. സെയിം തന്നെ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഹെഡിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഉള്ളിലായിട്ട്. ബോഡീന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, ഈ ഒരു ലെവലല്ല. ബോഡി ഈ ലെവലാണ്. അപ്പോൾ നെക്സ്റ്റ് ബോഡീന്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ സ്ക്രിപ്റ്റിന്റെ അവിടെ ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ JS കൂടെ 5.3 തന്നെ ഉപയോഗിക്കാം. 5.3 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ മൊബൈൽ വ്യൂവിൽ തന്നെ നോക്കാം. മൊബൈൽ വ്യൂ ഓഫ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ആ മെനു വന്നിട്ടുണ്ട്. ഇപ്പോ എക്സ്പെൻസ് ടോഗിൾ ആയിട്ട് കാണാൻ പറ്റുന്നു. ഇവിടെ മൊബൈലിൽ വേണ്ടതുപോലെ ടോഗിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു കണ്ടെയ്നർ, ഈ ഒരു ഡ്യൂ നമുക്ക് ഒഴിവാക്കാം. കണ്ടെയ്നർ ഒഴിവാക്കിയിട്ട് കൊടുക്കാം. അപ്പോഴും നമുക്ക് വന്നിട്ടില്ല. കണ്ടെയ്നർ തിരിച്ചിടാം. നമുക്ക് Ctrl+Z. ഓക്കെ, ഇതിൽ നമുക്ക് വലിയ സ്ക്രീനിൽ നാവാർ ഓൾറെഡി ഓപ്പൺ ആയി നിൽക്കണം. എലമെന്റ്സ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ബൂട്ട്സ്ട്രാപ്പിൽ തന്നെയുള്ള ക്ലാസ് ആണ് നാവാർ എക്സ്പാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ഈ ഒരു നാവാർ കൊടുത്തു. അതിന്റെ കൂടെ ഒരു ക്ലാസ്സും കൂടെ കൊടുക്കാം. ഡോട്ട് നാവാർ എക്സ്പാൻഡഡ് മീഡിയം മുതൽ അങ്ങോട്ടേക്ക് MD. റിഫ്രഷ് ചെയ്തു, വന്നിട്ടില്ല. ഒന്നും കൂടെ നോക്കാം.
LG ആക്കാം, നമ്പർ എക്സ്പാൻഡഡ് LG. അതിന്റെ ക്ലാസിന്റെ ഓർഡർ കൂടെ ഒന്ന് മാറ്റാണ്. പ്രൈമറി നമ്പർ എക്സ്പാൻഡഡ്. എന്നിട്ട് തീമിന് പകരം ക്ലാസ് തന്നെ എടുക്കാം. നമ്പർ ഡാർക്ക് എന്ന് പറഞ്ഞ ക്ലാസ് എക്സ്പാൻഡ്. നമ്പർ എക്സ്പാൻഡഡ് അല്ല, എക്സ്പാൻഡ് LG. അത് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ റെഫർ ചെയ്യാന് എക്സ്പാൻഡ്. അപ്പൊ എക്സ്പാൻഡഡ് ആകുമ്പോൾ സ്ക്രോളിങ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ക്ലാസ് നമ്പർ എക്സ്പാൻഡ് LG. അത് റെഫർ ചെയ്താൽ മതി. നമ്പർ എക്സ്പാൻഡ് SMMD LG XL XXL ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫൂട്ടറിലേക്കൊക്കെ കടക്കാം. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനിൽ എക്സ്പെൻസസ് എന്ന് പറയുന്ന മെനു നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിൽ ഇവിടെ ലോഗൌട്ടിനുള്ള ഒരു ലിങ്ക് വെക്കണം. ലോഗൌട്ട് എന്ന് പറഞ്ഞ ടെക്സ്റ്റ്. അപ്പൊ അതും ഒരു ലിസ്റ്റ് ഐറ്റം ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ പുതിയൊരു ഈ ഒരു ലിസ്റ്റിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും വരിക, എക്സ്പെൻസിനോട് തൊട്ട് ചേർന്ന്. അപ്പൊ അതിന്റെ കോഡ് എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു പിരമിഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നത് മറക്കരുത്. ULന്റെ ഉള്ളിലാണ് LI വേണ്ടത്, അതുകൊണ്ട് ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട്. LIന്റെ ഉള്ളിലാണ് A വേണ്ടത്, അതും ഇവിടെ സ്പേസ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എത്രത്തോളം ക്ലാസ് നിങ്ങൾക്കുണ്ടോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ക്ലാസ് ഡോട്ട് ഇട്ടിട്ട് തന്നെ കൊടുക്കുക. അതായത് ഇപ്പൊ ഈ ഒരു ആങ്കർ ടാഗിന് നാവ് ലിങ്ക് എന്ന് പറഞ്ഞ ക്ലാസ്സും ആക്റ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ്സും ഉണ്ട്. രണ്ടും അവിടെ തന്നെയാണ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ അല്ല കൊടുക്കേണ്ടത്, ഇവിടെ തന്നെ കൊടുക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലാണ് വരിക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ലിസ്റ്റ് ഐറ്റം ആണ് ആഡ് ചെയ്യേണ്ടത്. ലിസ്റ്റും അതിനുള്ളിൽ ഐറ്റവും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ULന്റെ അതേ ലെവലിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് ആ UL എന്തിന്റെ ഉള്ളിലാണുള്ളത്, ഈ ഒരു ഡിവിന്റെ ഉള്ളിലാണുള്ളത്. ബട്ടൺ പിന്നെ നാവ് ടെക്സ്റ്റ് കൊളാപ്സ്. ഈ ഒരു ഡിവിന്റെ ഉള്ളിലാണുള്ളത്. ആ ഡിവിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ട്. അപ്പൊ UL എവിടെ, അതേ ലെവലില് പുതിയൊരു UL കൊടുത്തു. അതിന് നാവ് തന്നെ സെയിം കൊടുത്തിട്ടുണ്ട്. MS ഓട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാർജിൻ ഓട്ടോമാറ്റിക് മാർജിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ LI, അതിനുള്ളിൽ LI ഇട്ടു. അതിന് നാവ് ഐറ്റം സെയിം, നാവ് ഐറ്റം എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ A ടാഗ് ഇട്ടു. നാവ് ലിങ്ക് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്ത് സെയിം. അതേപോലെ തന്നെ HRF ലോഗൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു HRF കൊടുക്കേണ്ടത്. ലിങ്ക് ഒക്കെ നമ്മൾ പിന്നീട് ആഡ് ചെയ്യും. തൽക്കാലം ഇപ്പോൾ /ലോഗൌട്ട് എന്ന് പറഞ്ഞ URLിലേക്കാണ് ലോഗൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസിന്റെ HRF നമ്മൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത്, /expenses എന്നാണ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് പോകണം എന്നുള്ളത്. പേജൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ജസ്റ്റ് നമ്മൾ ലിങ്ക് ആഡ് ചെയ്ത് വെക്കാണ്. പിന്നെ അതേപോലെ നമ്മുടെ മെയിൻ എക്സ്പെൻസ് ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു മെയിൻ പേജിലേക്ക് പോകണം. അപ്പൊ / എന്ന് പറഞ്ഞൊരു കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വന്നിട്ടുള്ളത് നോക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൌട്ട് അവിടെ വന്നിട്ടുണ്ട്, ലോഗൌട്ട് ബട്ടൺ ഉണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫൂട്ടർ ആണ്. ഇതിന്റെ അടിയിൽ ഒരു ഫൂട്ടറും കൂടെ കൊടുക്കണം. അപ്പൊ ഫൂട്ടറിന് നമ്മൾ ഫൂട്ടർ എന്ന് പറയുന്ന എന്താണ് HTML ഉള്ള എലമെന്റ്, സെമാന്റിക് എലമെന്റ് യൂസ് ചെയ്യാം. ഫൂട്ടർ കൊടുക്കേണ്ടത് ഏത് ലെവലിലാണ് നമ്മൾ നാവ് കൊടുത്തത്, ബോഡിന്റെ ഉള്ളിൽ ഈ നാവിഗേഷൻ എന്ന് പറഞ്ഞ ടോപ്പിലുള്ളതല്ല, അത് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേ ലെവലിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്ക്രിപ്റ്റിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് വന്നു. അപ്പൊ ഈ നാവിന്റെ അതേ ലെവൽ, അതായത് നാവ് ഇത്രേ ഉള്ളൂ, മുകളിൽ ഉള്ള നാവിഗേഷൻ ബാറാണ്, അത് ക്ലോസ് ചെയ്ത് തന്നിട്ടല്ല കൊടുക്കണം. ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ സെയിം ലൈനിൽ തന്നെ. അവിടെ നമ്മൾ ഫൂട്ടർ എന്ന് കൊടുത്തു. ഫൂട്ടർ എന്ന് പറയുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഫൂട്ടർ എന്ന് പറഞ്ഞ എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതിന്റെ ക്ലാസ് ഫൂട്ടറും പിന്നെ MT ഓട്ടോ, മാർജിൻ ടോപ്പ് ഓട്ടോ, y ആക്സിസിൽ പാഡിങ് 3 REM ആണ്, BG ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് ലൈറ്റ്, ഇത്രയും ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡോട്ട് കണ്ടെയ്നർ ഡോട്ട് ടെക്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിന് ഇങ്ങനെ ഡിവ് ക്രിയേറ്റ് ആവും. ഇവിടെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ID കൊടുത്തിട്ട് അബാർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID കൊടുത്തു, അതിനെ കുറച്ച് ക്ലാസ്സും കൊടുത്തത്. ഏത് എലമെന്റ് ആണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് അത് ഡിവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതെന്താണ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡിവ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ്സും ടെക്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞ ക്ലാസ്സുള്ള ഡിവ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ സ്പാൻ ടെക്സ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞതിൽ ആംബ്രസന്റ് കോപ്പി സെമിക്കോളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിന്റെ സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിൾ പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ്, HTML കോഡാണ്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു വേരിയബിൾ ആണ്, അതായത് പഗ് ടെംപ്ലേറ്റ് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് കോഡോ അല്ലെങ്കിൽ വേരിയബിളോ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ # ഇട്ടിട്ട്
കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡോ അല്ലെങ്കിൽ വേരിയബിളോ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ന്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ന്യൂ ഡേറ്റ് ഓഫ് ഡോട്ട് ഗെറ്റ് ഫുൾ ഇയർ. അപ്പൊ എന്ത് ചെയ്യും, ഇന്നത്തെ ഡേറ്റ് എപ്പോഴാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആ ഡേറ്റ് എടുത്തിട്ട് അതിന്റെ ഫുൾ ഇയർ കാണിക്കും. 2024 ആയതുകൊണ്ട് 2024 എന്ന് കാണിക്കും. നിങ്ങൾ 2025 ഈ ഫയൽ റൺ ചെയ്യുമ്പോൾ 2025 എന്ന് കാണിക്കും. അപ്പൊ അത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം ഡൈനാമിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ കോഡിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊടുത്തത് കാണും 2024 എന്ന് ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ അവരെ വെബ്സൈറ്റ് 2025 കസ്റ്റമേഴ്സ് കയറി നോക്കുമ്പോൾ 2024 കാണുള്ളൂ. അപ്പോൾ എപ്പോഴും ഡൈനാമിക് ആയിട്ടുള്ള ഇയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു സ്പാന്റെ ടെക്സ്റ്റ് എന്താണ്, എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൂടെ സ്പാന്റെ ഉള്ളിൽ ഉണ്ടാവും. അതാണ് നേരെ കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ സ്പാന്റെ ഉള്ളിലാണ് വരും. നമ്മൾ നേരത്തുള്ള സ്ക്രിപ്റ്റിനാണുള്ളത്. ഈ സ്ക്രിപ്റ്റിന്റെ URL CDN URL എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ വന്നേക്കാം. അത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ഡോക്യുമെന്റേഷൻ തന്നെയാണ്. എവിടുന്നാണ് നമ്മൾ CSS എടുത്ത് അവിടെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ URL കിട്ടുക. സേവ് ചെയ്തിട്ട് നോക്കാം. സേവ് ചെയ്തപ്പോൾ എക്സ്പെൻസ് ട്രാക്കർ ആപ്ലിക്കേഷൻ ഫൂട്ടർ വന്നിട്ടുണ്ട്. പക്ഷെ ഫൂട്ടർ താഴെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നില്ല. ഈ ഒരു നമ്മൾ നാവ്ബാറിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കസ്റ്റം ആയിട്ട് കുറച്ച് CSS ആഡ് ചെയ്യണം. അപ്പൊ CSS ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യാം. ഈ ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുക. കാരണം നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ ഓവർ റൈഡ് ചെയ്യാനുണ്ടെങ്കിലോ, നമ്മൾ സ്റ്റൈൽ എങ്ങനെ സാധാരണ HTML ഹെഡറിൽ കൊടുക്കുക, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലല്ലേ കൊടുക്കുക. അപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ഇട്ടു ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കാം. അതിന്റെ ഉള്ളിൽ നമുക്ക് ഫൂട്ടറിന് സ്പെസിഫിക് ആയിട്ട് ഫൂട്ടർ എലമെന്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റൈലാണ് കൊടുക്കുന്നത്. ഫൂട്ടർ പൊസിഷൻ റിലേറ്റീവ് ബോട്ടം 0 വിഡ്ത്ത് 100% എന്നാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബോഡിക്ക് നമ്മൾ 100% HTML ബോഡിക്ക് 100% ആയിട്ടും മാർജിൻ 0 കൂടി കൊടുക്കും. റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് ഒരു എറർ അവിടെ കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ടെക്സ്റ്റ് എന്താണ് DOD. ഓക്കെ എന്നുണ്ട്. അപ്പോൾ സ്റ്റൈലിന് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റൈല് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ എന്താണ് നമ്മൾക്ക് കോമ ഇട്ടും മറ്റൊക്കെ സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ട് ഒരു ഡോട്ട് കൂടെ ഇടണം. എന്നിട്ട് വേണം ബാക്കി സ്റ്റൈലിന്റെ കോഡ് കൊടുക്കാൻ. ഇനി ബോഡി നമ്മൾ ഫ്ലെക്സും കൂടെ ആക്കി മാറ്റാണ്. HTML ബോഡിക്ക് ഹൈറ്റ് 100% കൊടുത്തു, മാർജിൻ 0 കൊടുത്തു, ഫൂട്ടർ പൊസിഷൻ റിലേറ്റീവ് ബോട്ടം 0 വിഡ്ത്ത് 100%. ബോഡിക്ക് ഡിസ്പ്ലേ ഫ്ലെക്സും ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയാ ഫ്ലെക്സ് ആയി. ഇപ്പൊ ഫ്ലെക്സിൽ ഒരൈറ്റം 2 ഐറ്റം, രണ്ടാമത്തെ ഐറ്റം താഴത്തേക്ക് നമ്മൾ ബോട്ടം 0 കൊടുത്തതുകൊണ്ട് താഴേക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ നാവും അതേപോലെ ഫൂട്ടറും വന്നു. ഇത് ഡാഷ്ബോർഡ് ഫയലാണ്. ഇനി ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടന്റ് കൊടുക്കണ്ടേ, എന്താണ് ഡാഷ്ബോർഡിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണ്ടേ. അപ്പൊ അതിനെ നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ഡിവ് ആഡ് ചെയ്യാം. നാവിഗേഷനിലെ ഫോട്ടോന്റെ അടുത്തായിട്ട് അതേ ലെവലിലാണ്. അപ്പോൾ കണ്ടെയ്നർ ഡോട്ട് empty-4. അപ്പൊ എന്താണ്, കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ്സും empty-4 എന്ന് പറഞ്ഞ ക്ലാസ്സുള്ള ഒരു ഡിവ് ക്രിയേറ്റ് ആവും. അപ്പോ empty-4 എന്ന് പറഞ്ഞാൽ മാർജിൻ ടോപ്പ് 4. അപ്പോൾ ഇപ്പൊ ഇഷ്യൂസ് ഒന്നുമില്ല. നേരത്തെ വന്ന ഈ ഒരു ഇഷ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിനുള്ള മെയിൻ ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള എക്സ്പെൻസസ് എന്ന് പറഞ്ഞ പേജുകളും പിന്നെ അതേപോലെ എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ഫോം അങ്ങനത്തെ ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. മാർജിനും അതേപോലെ തന്നെ പാഡിംഗ് ഒക്കെ കൊടുക്കാനുള്ള ക്ലാസ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഡോക്യുമെന്റേഷനിൽ വന്നിട്ട് യൂട്ടിലിറ്റീസിന്റെ അണ്ടറിൽ സ്പേസിംഗ് എന്ന് പറയുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്പേസിംഗ്, മാർജിൻ ആൻഡ് പാഡിംഗ് എന്നുള്ളത്. അതിൽ M ഫോർ ക്ലാസ്സസ് മാർജിൻ ആണ്, P ഉണ്ടെങ്കിൽ അത് പാഡിങ്ങിനുള്ളതാണ്. അപ്പം PT ആണെങ്കിൽ എന്താണ് ഫോർ ക്ലാസ് ദാറ്റ് സെറ്റ് മാർജിൻ ടോപ്പ് ഓർ പാഡിംഗ് ടോപ്പ്. MT ആണെങ്കിൽ മാർജിൻ ടോപ്പ്, PT ആണെങ്കിൽ പാഡിംഗ് ടോപ്പ്. B എന്ന് പറയുന്നതോ ബോട്ടം, S എന്ന് പറയുന്ന സ്റ്റാർട്ട്, അത് ലെഫ്റ്റ് ആയിരിക്കാം, നോർമലി ലെഫ്റ്റ് ആയിരിക്കും. നമ്മൾ റൈറ്റ് അലൈനാണ് കൊടുത്തെങ്കിൽ റൈറ്റില്. E എന്ന് പറയുന്നത് എൻഡ്, ഇതും നോർമലി റൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് ഫ്ലെക്സിന്റെ ഡയറക്ഷൻ തിരിച്ചാണ് റിവേഴ്സ് ആണ് കൊടുത്തെങ്കിൽ ലെഫ്റ്റിലേക്കാവും. X എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്നതാണ്. Y എന്ന് പറയുന്നത് എന്താണ് ടോപ്പും ബോട്ടം വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കുന്നത്. ബ്ലാങ്ക് ഒരു M4 എന്ന് പറഞ്ഞാൽ മാത്രമാണ് കൊടുത്തെങ്കിലോ TO അല്ലെങ്കിൽ BO ഒന്നും ഇല്ലാണ്ട്, അങ്ങനെയാണെങ്കിൽ 4 സൈഡിലും ഉള്ളതാണ്.
അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ സൈസിങ്ങിൻ്റെതും പൊസിഷൻ്റെതും ഒക്കെ ക്ലാസ്സുകളുണ്ട്, യൂട്ടിലിറ്റി ക്ലാസ്സുകളുണ്ട്. നോക്കിയാൽ മതി. ഉദാഹരണത്തിന് പൊസിഷൻ സ്റ്റാറ്റിക്, പൊസിഷൻ റിലേറ്റീവ്, അതിനുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് കൊടുക്കുമ്പോൾ ഏത് ഭാഗത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. അതൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ മതി.